നമ്മളുടെ ഫസ്റ്റ് ഫ്ലൈ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഫസ്റ്റ് ഫ്ലൈ ആണ്. എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ പ്രസൻറ്റേഷനൊന്നും ചെയ്ത് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടി അതും പറഞ്ഞു തരിക. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ എടുത്ത് കാണിക്കുന്നത്. അവിടെയൊക്കെ ചിരി നോക്കി ഒറ്റ അടി പ്രൊഫഷണൽസ് പോണ പോലെയാണ്. ഇങ്ങനെ ഓരോരുത്തരെ ഫോളോ ചെയ്താണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. മാറിക്കൊടി. അയ്യോ അപ്പം നമ്മളെല്ലാവരും ഫ്രണ്ടിൽ ഗേറ്റിൽ പാസ്സൊക്കെ എടുത്ത് വന്നേക്കാട്ടോ. നേരെ വന്ന് ഇടിച്ച് കയറി. അതായത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലൈ ഡൽഹിക്കാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ ഡൽഹി. രാത്രി 7:30 ഫ്ലൈറ്റ്. ഏകദേശം 3 മണിക്കൂർ എടുക്കും. നമ്മളിതേ ഫ്ലൈറ്റിനാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡൽഹിക്കുള്ള യാത്രയുടെ പുറകിൽ കുറച്ച് സ്വർണ്ണക്കടത്താണ് ഗൈസ്. നമ്മൾ ആക്ച്വലി യൂറോപ്പിലോട്ട് സ്റ്റുഡൻ്റായിട്ട് പോവാണ്. സ്ലൊവേനിയ എന്ന് പറയുന്ന കൺട്രിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ എംബസിയിൽ ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസിനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടുള്ള കൺട്രി ചൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ പ്രോസസ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്ത് നേരെ ഇടിച്ച് ക്യൂ നിന്ന് കയറുകയാണ്. ഇനി നേരെ ചെന്ന് സീറ്റ് കണ്ടുപിടിക്കണം. എന്തായാലും നമ്മളൊരു വഴിക്ക് പോകില്ല. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ ഫ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവില്ലേ വീഡിയോ കാണുന്നവർ, നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈ? അപ്പോൾ ചില ആൾക്കാരുടെ റീസെൻ്റായിട്ടായിരിക്കും, കുറേ ആൾക്കാരുടെ ഒരുപാട് പഴയതായിരിക്കും. എന്നാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ ആ സ്ഥലം ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേ. നമുക്ക് നോക്കാം എത്ര പേര് ഫസ്റ്റ് ഫ്ലൈ ഡൽഹിക്ക് ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ലൊവേനിയയിലുള്ള ഒട്ടുമിക്ക നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഫസ്റ്റ് ഫ്ലൈ ഡൽഹി തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രിയിൽ നമുക്ക് വിസ പാസ്പോർട്ടിൽ അടിച്ചോ അല്ലെങ്കിൽ പോസ്റ്റായിട്ട് വരത്തില്ല. നമുക്ക് ഫസ്റ്റ് ഇവിടെ ആദ്യം പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം വിസ കളക്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകണം. ടോട്ടലി നമുക്ക് ഡൽഹിക്ക് 2 തവണ പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമുക്ക് നോക്കാം. എന്തായാലും ടേക്ക് ഓഫിൽ നമ്മളുടെ ഫസ്റ്റ് ഫ്ലൈ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. വൈദ്യത്തെ കറക്കി വിടറാ. ഊതി വീർപ്പിക്കില്ല നീ. ജാക്കറ്റൊക്കെ സിമ്പിൾ. ഓക്കെ, ഓൾ സെറ്റ്. ഒന്നുമില്ല. എന്തിനാ ഇതൊക്കെ താത്തിരുന്നതൊക്കെ പിടിച്ചിരിക്കാനായിട്ട്? പിടിച്ചിരിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പം 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡൽഹി എത്തി. നിങ്ങൾ ഇതുപോലെ തന്നെ ഡൽഹി എയർപോർട്ടിലെത്തും. നമ്മൾ കൊച്ചി എയർപോർട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹി എയർപോർട്ട് അതിൻ്റെയൊക്കെ 2, 3, 4 ഇരട്ടി വലിപ്പം കൂടുതലാണ്. ഞങ്ങൾ ആക്ച്വലി ഇങ്ങോട്ട് ഫ്ലൈറ്റിനും, അതായത് നമ്മൾ ഡൽഹിക്ക് ഇൻ്റർവ്യൂവിനായിട്ട് ഫ്ലൈറ്റിനും തിരിച്ച് ട്രെയിനും പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫ്ലൈറ്റിനാണെങ്കിൽ നമുക്ക് 3 മണിക്കൂർ ട്രാവലുള്ളൂ. തിരിച്ച് ട്രെയിനാണെന്നുണ്ടെങ്കിൽ 2.5-2.25 ദിവസം അത്രയും ടൈം ഗ്യാപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം.
ഈ പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ, ടെസ്സ എന്ന് പറയുന്ന ചേച്ചി. ടെസ്സ എന്ന് ഞാൻ പേരിട്ട് വിളിച്ചാണ്. ആള് ട്രാവലറാണ്. നമുക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് കുറേ ഗിഫ്റ്റൊക്കെ തന്നായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ എയർപോർട്ടിലെ കാര്യം പറയണ്ടല്ലോ, അത് ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. മുദ്രകളാണ് മൊത്തം ഗൈസ്. അടിപൊളിയാണ്, കൊള്ളാം. മാക്സിമം എല്ലാവരും ഓൺലൈൻ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അങ്ങോട്ടൊരു ടാക്സി എടുത്ത് പോകാനായിട്ട് റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വരിക. ഇവിടെ വന്ന് പിന്നെ റൂമൊക്കെ ബുക്ക് ചെയ്യൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രാത്രിയാണെന്നുണ്ടെങ്കിൽ, പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ വന്നിറങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രി 11:30 അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എൻ്റെ അനിയൻ ത്രൂ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ടാക്സി നേരെ പുറത്തായിട്ട് ഇറക്കുന്ന എക്സിറ്റ് ഇറങ്ങി നേരെ ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ടാക്സി സ്റ്റേഷനുണ്ട്. അവിടെ നമ്മൾ ഊബറോ ടാക്സി, അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഊബറാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവും, പിന്നെ ആരും നമ്മളെ പറ്റിക്കത്തില്ല. നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ റൂമിലായിട്ട് പോവുക. അത് കഴിഞ്ഞത് പിറ്റേന്ന് രാവിലെ നമ്മൾ നേരെ സ്ലോവേനിയയിലെ എംബസിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയും അതിൻ്റെ അപ്പുറമാണ് എംബസി. അവിടെ സൈഡിൽ ഒരു നേപ്പാളി സെക്യൂരിറ്റി റൂമൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തർ വിളിക്കുക. ഇവിടെ വരുമ്പോൾ നമ്മൾ പാസ്പോർട്ട് മാത്രം കയ്യിൽ കരുതിയാൽ മതി, വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങളുടെ ഏജൻസി ത്രൂ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. വീഡിയോ മാത്രം കണ്ടിട്ട് വരേണ്ട ആവശ്യമില്ല. ഈ സെയിം ഓഫീസിൽ തന്നെയാണ് ജോബ് വിസയുടെയും സ്റ്റുഡൻറ്റ് വിസയുടെയും എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ജോബ് വിസക്കാരും ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പേരായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർ അവിടുത്തെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ PDF ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ രാവിലെ എനിക്ക് നേരെ നോക്കേണ്ടത്, നമ്മൾ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ മാപ്പിൽ സ്ലോവേനിയൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തോരം ദൂരം ഉണ്ടെന്ന് കാണിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ഊബർ എടുത്ത് ട്രാവൽ ചെയ്ത് പെട്ടെന്ന് എത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ടുള്ള എയർപോർട്ടിൻ്റെ അടുത്തും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലം ഞാൻ വിത്ത് കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എയർ ടിക്കറ്റ് ആണെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും നിങ്ങൾ 1 മാസം മുന്നെങ്കിലും എടുത്തു വെക്കണം. അന്നേരമാണ് ട്രെയിൻ ടിക്കറ്റ് അവസാനം നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ റിട്ടേൺ പോകാനായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ ഒന്ന് പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന ആളുടെ നമ്പർ ഇതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എംബസിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ആദ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ നേരെ പോയത് മാർക്കറ്റിലാണ്. ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ നാട്ടിലോട്ട് പോയത്. അപ്പോൾ ഡൽഹിയിൽ ആദ്യമായിട്ട് വരുന്നതിനനുബന്ധിച്ച് നമുക്ക് ഡൽഹിക്ക് ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് 2 കൂട്ടുകാരുണ്ടായിരുന്നു, ജസ്റ്റിനും ക്രിസ്റ്റിനും ഞങ്ങളുടെ കൂടെ ചില്ലായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഫുൾ കറങ്ങാൻ. ഞങ്ങളുടെ പ്ലാന് മാർക്കറ്റിൽ പോകുമെന്നുള്ളതായിരുന്നു. തിരിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള പെട്ടി, ഡ്രസ്സൊക്കെ, ഷൂസൊക്കെ മേടിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ ആക്ച്വലി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഷൂസിലും ഡ്രസ്സ് വാങ്ങി, പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയെടുക്കണം. പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ വിൻ്റർ ക്ലോത്ത്സ് ഉണ്ടായുള്ളൂ. അവിടെ തണുപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട്. പിന്നെ ഇത് ജുമാ മസ്ജിദാണ്. ജുമാ മസ്ജിദിൻ്റെ അവിടെയുള്ള മാർക്കറ്റാണ് ഞങ്ങൾ നോക്കിയിട്ട് ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിൽ പൊക്കോളുക. എല്ലാ സാധനങ്ങളും, ഡ്രസ്സും, ഇപ്പോൾ നമ്മൾ അപ്പുറം മാർക്കറ്റിൽ കണ്ടിട്ട് അവിടെ നിന്ന് പെട്ടി വാങ്ങി ഇവിടെ വന്ന് സരോജിനിയിലൊക്കെ പോയി പെട്ടി വാങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയായിരുന്നു ഏറ്റവും വിലക്കുറവ്. അവിടത്തേനേക്കാളും ചീപ്പായിട്ട് ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നി. സരോജിനി, കരോൾ ബാഗ്, ജുമാ മസ്ജിദിൽ പോയിട്ട് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന മാർക്കറ്റ് ജുമാ മസ്ജിദാണ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അവിടെയുള്ള പ്രൊഫഷണൽസ് അല്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ്, നമുക്ക് അങ്ങനെ തോന്നി. നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ജുമാ മസ്ജിദിലും പോയി നോക്കാം, എല്ലായിടത്തും പോയി നോക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു സ്ട്രീറ്റിൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ലാത്തതാണ്. ആരും പേടിക്കണ്ട, ഞങ്ങൾക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചിന്നു ആകെ വശതയായിരുന്നു. എന്ത് കഴിച്ചാലും മുറ്റി പറഞ്ഞു. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വന്നു കഴിയുമ്പോൾ മാക്സിമം വെജിറ്റേറിയൻ മാത്രം മേടിച്ച് കഴിക്കുക. വഴിയിരിക്കുന്നുള്ളതൊക്കെ മേടിച്ച് കഴിക്കാതിരിക്കുക, പ്രശ്നമാവും. ഞങ്ങൾ പിന്നെയും പൂർവിക ശക്തിയോടെ വീണ്ടും മാർക്കറ്റുകൾ തന്നെ ഇറങ്ങി.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റുകളിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ബാഗെല്ലാം നിങ്ങൾ മാക്സിമം വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഗിൽ ഇട്ടിട്ട് നടക്കാതിരിക്കുക. അവിടെ മോഷണം പോവും. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് കേട്ടോ, നിങ്ങളോടും പറഞ്ഞു തരുമായിരിക്കും, ഡൽഹി പോകുമ്പോൾ സൂക്ഷിക്കണം, ഫോൺ അടിച്ചുകൊണ്ട് പോകും, അതടിച്ചിട്ട് പോകും. ഞങ്ങളുടെ ഇതുവരെ ഒന്നും മോഷണം പോയില്ല. പക്ഷെ ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് നമുക്ക് സംഭവിച്ചത്. നമ്മളവിടെ പോയി സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് ഫുഡ് പോയിസൺ അടിച്ചു. അപ്പോൾ ആ കാര്യം എല്ലാവരും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ എക്സ്റ്റെൻഡ് ആയി ട്രെയിൻ മിസ്സാവാനൊക്കെ കാരണം ഇതാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റ് എടുത്തിട്ടാണ്, എമർജൻസി ഫ്ലൈറ്റ് എടുത്തിട്ടാണ് തിരിച്ച് നാട്ടിൽ പോയത്. അവർക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. പച്ചവെള്ളം കുടിച്ചവരെ ഛർദ്ദിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നമ്മൾ വെജിറ്റേറിയൻ മലയാളി ഹോട്ടലൊക്കെ അവിടെ അത്യാവശ്യം അവൈലബിൾ ആണ്. നല്ല നീറ്റായിട്ടുള്ള ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാർക്കറ്റിലൊക്കെ കയറി പർച്ചേസ് ചെയ്യുക. സാധനങ്ങളൊക്കെ അടിച്ച് പൊടിച്ച് വാരി മേടിച്ചോ, നല്ല പൈസ കുറവുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വിട്ടുവിടാൻ പറ്റാത്ത റിക്ഷ യാത്ര വെസ്റ്റിനാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര റഷാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവി ഹോണടിച്ച് അവന്മാർ പിമ്പിരിയാക്കി വിടും. അതുപോലെ നമ്മുടെ നാട്ടിൽ വെച്ചുള്ള ഹോണടിയൊന്നും ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമല്ല, അതുപോലെ ക്രൗഡഡാണ് അവിടെ. പിന്നെ പറയണ്ടല്ലോ, അത്രയും ക്രൗഡുള്ള സ്ഥലമാണ്, അത്രയും വൃത്തി കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചാണ് പോകാൻ പോളും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഫുഡ് പോയ്സണൊക്കെ അടിക്കാനും കാരണം. അവിടെ ചെന്നിട്ടുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തിരിക്കുക. അതെനിക്ക് വീണ്ടും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതുപോലെ പേടിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിലും കിടന്നു, 3 ദിവസം അവിടെ എക്സ്ട്രാ നിൽക്കേണ്ട വന്നു. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ബാർ, ലൈവ്, പബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളതിനനുസരിച്ച് ഒരു ട്രിപ്പായിട്ട് പോയി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ഫ്രണ്ട് ഡൽഹിയിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ നേരെ ഹിമാചലിൽ പോയി അല്ലെങ്കിൽ മണാലി പോകും. അങ്ങനെ പ്ലാനുള്ളവർക്ക് അങ്ങനെയും പോവാം. ഞങ്ങൾക്ക് അതിനുള്ളൊരു ബഡ്ജറ്റും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ഇവിടെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബ്ലോക്കൊന്നുമല്ല, അതിൻ്റെ അപ്പുറമാണ്. പിന്നെ ഓണടിച്ചവന്മാർ നമ്മുടെ ചെവിക്കല്ല് പൊട്ടിക്കുന്നു, വായും തെറി തന്നെ പറഞ്ഞു നമ്മൾ. പിന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും കുറച്ച് സാധനങ്ങൾ പേശി മേടിക്കുക. ഒരാളിവിടെ 30 കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൊട്ടാപ്പുറത്ത് ചെല്ലുമ്പോൾ 20 ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മൊത്തത്തിൽ പഠിച്ചതിന് ശേഷം സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലാഭിക്കാം. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. കൊണ്ടുപോകാനായിട്ടുള്ള പെട്ടിയും കാര്യങ്ങളും, ആ പെട്ടിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എല്ലാ ബാഗൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അടിപൊളിയാണ്. പിന്നെ ലേഡീസ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറേ ആവശ്യമുള്ള എല്ലാവരും ചില്ലറയൊക്കെ പറക്കിയിട്ട് ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഡൽഹിക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താമസം, യാത്ര കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞു. എന്തോ കമ്മല് കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ്. അവിടെ 20 രൂപ 30 രൂപയ്ക്കൊക്കെ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് പോരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.